വയനാട് ജില്ലയിൽ ഏറ്റവും നല്ലൊരു വ്യൂ പോയിന്റ് ആയ കുറുമ്പാലക്കോട്ടയിലേക്കാണ് ഈ പോകുന്നത് കേട്ടോ. അപ്പൊ നമ്മളെ വണ്ടി അവിടെ സൈഡാക്കിയിട്ട് നമ്മുടെ ഓഫ് റോഡിലൂടെ പോകുന്ന ജീപ്പുകളുണ്ടോ, ട്രക്കിംഗ് ജീപ്പ് ഉണ്ട്. ആ ജീപ്പിൽ കയറിയിട്ട് വേണം നമ്മൾ മുകളിലെത്താൻ കേട്ടോ. അപ്പൊ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ സൺറൈസ് ആണ്. സൺറൈസ് എല്ലാ സ്ഥലത്തും ഉണ്ടെന്നുണ്ടെങ്കിലും ഇവിടുത്തെ ഒരു പ്രത്യേകത തന്നെ കൊക്ക പോലെ കിടക്കുന്ന പരന്ന് കിടക്കുന്ന സ്ഥലത്ത്, ഒരുപാട് ഡീപ്പായ സ്ഥലത്ത് അവിടെ മഞ്ഞ് വന്ന് മൂടിയിട്ടൊരു പാൽക്കടൽ പോലെ ആയിട്ടുണ്ടാവും, രൂപപ്പെട്ടിട്ടുണ്ടാവും. അതിന്റെ ഇടയിൽ ആകാശത്തിന്റെയും ഈ എന്താ പറയാ മഞ്ഞിന്റെയും ഇടയിൽ ഒരു സൂര്യോദയം കാണാം എന്ന് പറഞ്ഞാൽ എന്റെ മോനെ അടിപൊളി സംഭവം തന്നെ കേട്ടോ. ഇത് എല്ലാ സമയത്തും ഉണ്ടാവില്ല, ഡിസംബർ ജനുവരി മാസങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പൊ ആ സീസൺ സമയത്തുള്ളൊരു കാഴ്ചനെ കാണാൻ പോകുന്നത്. ഹലോ സുഹൃത്തുക്കളെ, സലാം സാഗറാണ്. വയനാട്ടിലാണ് കേട്ടോ. വയനാട്ടിൽ കുറുമ്പാലക്കോട്ടയിലേക്കാണ് പോണത്. അപ്പൊ കേട്ടിട്ടുള്ളൂ ഈ സ്ഥലത്തെ കുറിച്ച്. അപ്പൊ ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളാണ് അവിടെ പോകണം. അപ്പോൾ വയനാട്ടിൽ ഏറ്റവും നല്ലൊരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ. ഇവിടേക്ക് വരണം എന്നുണ്ടെന്ന് വെച്ചെങ്കിൽ ഓഫ് റോഡ് വഴിയാണ്, ജീപ്പിലൊക്കെ വരണം. ജീപ്പിന് ഞങ്ങൾ ഒരു 6 പേരുണ്ട്. അപ്പോൾ 600 രൂപയാണ് ജീപ്പിന്. അങ്ങനെ ജീപ്പിൽ വന്നാലും ജീപ്പ് കുറച്ച് താഴെ നിർത്തുള്ളൂ, പിന്നെ കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ എനിക്ക് കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അതിമനോഹരമായ കാഴ്ചകളാണ് കേട്ടത് കേട്ടോ. പോയി നോക്കാം നമുക്ക്. പിന്നെ വയനാട്ടിൽ നമുക്ക് ഏത് സ്ഥലത്തേക്ക് ഏത് സമയത്ത് വേണമെങ്കിലും പോവാം. പക്ഷേ ഇവിടെ രാവിലെ സൂര്യോദയത്തിന് മുമ്പായിട്ട് ഇവിടെ എത്തണം. അപ്പോൾ ഇപ്പോൾ ഒരു 5:30 മണിയായി. 5:30 ഒരു 6 മണിൻ്റെ ഉള്ളിലായിട്ട് എങ്ങനെയാലും എത്തണം, എന്നാലേ കാണാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഏത് സമയത്ത് വരാം നമുക്ക്. പക്ഷേ ഈ മനോഹരമായ കാഴ്ച അത് കാണണം എന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ വരണം. ഓക്കെ, നമുക്ക് കാണാം. കുറുമ്പാലക്കോട്ടയുടെ സാധാരണ ചിത്രമാണ് കേട്ടോ. സീസൺ അല്ലാത്ത സമയത്തുള്ള ചിത്രമാണ് നമ്മൾ കാണുന്നത്. പിന്നെ ഡിസംബർ ജനുവരി സമയത്ത് വന്നാലാണ് ഈ ഭാഗത്ത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ കൊക്കുണ്ടല്ലോ, ആ താഴ്ചയിലുള്ള സ്ഥലങ്ങളൊക്കെ, താഴ്വാരങ്ങളൊക്കെ, അവിടെയൊക്കെ അടിപൊളിയായിട്ട് മഞ്ഞ് മൂടി ഒരു പാൽക്കടൽ പോലെ രൂപപ്പെട്ടിട്ടുണ്ടാവും. അതിന്റെ ഇടയിൽ സൂര്യൻ ഉദിച്ചു വരുന്ന ഒരു കാഴ്ച കാണാനാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പം ഈ ചിത്രം ഞങ്ങൾ ആദ്യം പോയപ്പോൾ എടുത്തതാണ്. ഇതാണ് മോനെ ആ സ്ഥലം. അടിപൊളി സംഭവം. എങ്ങനെയുണ്ട് നോക്കിങ്ങള്, ഒന്നും പറയാനില്ല. സ്വർഗം മാമാ സ്വർഗം, അതേ എനിക്ക് പറയാനുള്ളൂ. അടിപൊളിയല്ലേ, എന്ത് കാഴ്ച എന്നറിയാം, എന്ത് മനോഹരമായ കാഴ്ച അല്ലേ. വീണ്ടും ഒന്നുകൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാണ് കേട്ടോ. മഞ്ഞില്ലാത്ത സമയം നോക്കി നിങ്ങള്, ആ മഞ്ഞുള്ള സമയം മഞ്ഞില്ലാത്ത സമയം തമ്മിലുള്ള വ്യത്യാസം നോക്കി. അപ്പൊ ഇവിടേക്ക് വരാൻ ആഗ്രഹിക്കുന്ന എന്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ജനുവരി ഡിസംബർ സീസൺ നോക്കി വരിക. ഓക്കെ.